അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുഞ്ഞിക്കതിയ അതാ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. എന്താ ഇതാ പോലീസ് സ്റ്റേഷനിൽ വല്ല കുറ്റം ചെയ്തിട്ട് പ്രതിയാണോ, ജാമ്യത്തിന് ഇറങ്ങിയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോവുകയാണോ? അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ കുഞ്ഞിക്കതി പറഞ്ഞു, പൊന്നാരമനെ, അതിപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടൊന്നും വേണ്ടല്ലോ. നമ്മളെ മക്കളായാലും മരുക്കളായാലും ആരൊക്കെ തന്നെ ചെയ്താലും നമ്മളും പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇത്. അല്ലാത്തൊരു പുതുമ. എൻ്റെ കൂലി എത്ര വെച്ചാൽ പറഞ്ഞോ? കൂലി അങ്ങനെ അത് ഓട്ടോ ഡ്രൈവർ കൂലി പറഞ്ഞപ്പോൾ അത് കുറച്ച് കൂടുതലാണല്ലോ എൻ്റെ പൊന്നാരത്താത്ത. നിങ്ങളെ കൈമലും കാതിലും കൗത്തിലൊക്കെ എത്രങ്ങാനും കണ്ടമാനം സ്വർണ്ണമുണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ടല്ലേ നിങ്ങൾ നടക്കണം. നമ്മളൊരു 10 റുപ്യ ഏറെ ചോദിച്ചാൽ നിങ്ങൾക്കത് വലിയ കണക്കാണ്. പൊന്നാർ തത്ത, എണ്ണക്ക് വില കൂടിയ സ്ഥിതിക്ക് നിങ്ങളെ വിചാരത്ത് പഴയ പോലെ അല്ലേ? എത്ര കൂടി നിങ്ങൾ അറിയില്ലേ? എല്ലാത്തിനും വില കൂടിയില്ലേ? ഇപ്പം എനിക്കായിട്ട് നിങ്ങൾ ഇത്ര പിഷ്കി വാങ്ങിയിട്ട് ഇപ്പോൾ എന്ത് കാര്യങ്ങൾ വലിയ ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളെ ഡ്രസ്സും കാര്യങ്ങൾക്ക് തന്നെ എത്ര വില വേണം? അതൊന്നും ഞാൻ പറഞ്ഞില്ല. മാനമര്യാദക്കുള്ള കൂലി ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആണെങ്കിൽ മീറ്റർക്കൊന്ന് നോക്കി നിങ്ങൾ എത്രയാണ് ഇപ്പോൾ അതിൻ്റെ വില. അത് പറഞ്ഞാൽ പറ്റൂല. അത് കുറച്ച് കൂടുതലാണ്. ഇതിനോട് കണ്ടറിഞ്ഞ് ഏറെ വാങ്ങാം. ഞാൻ നല്ല തുണിയും കുപ്പായോടും നല്ല പൊന്നും പണ്ടൂടും. അതൊക്കെ ഇപ്പം എൻ്റെ കൈക്കലുള്ള പൈസ കൊണ്ടാണ്, അല്ലാതെ ഒരാളെ പൈസ കൊണ്ടും അല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തരാനുള്ള കൂലി 20 റുപ്യ കുറച്ചെന്നെ ഞാൻ തരുള്ളൂ. താത്ത, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു 20 റുപ്യക്ക് വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ഇതാക്കുകയാണോ? ഞാൻ ഇതിൻ്റെ കറക്റ്റ് കൂലിയാണ്. നിങ്ങളിത് തന്നില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ? ഞങ്ങൾക്കും വേണ്ടി ഓട്ടോയും ഉന്തി ജീവിക്കുക. ഞങ്ങൾക്കുണ്ട് ഭാര്യയും മക്കളൊക്കെ. ഗൾഫിൽ നിന്ന് പണം ഒരുപാട് വരാനൊന്നുമില്ല ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇത് ഉന്തി നടന്നിട്ട് വേണം ജീവിതം കഴിയാൻ. ഓൻ്റെ 20 റുപ്യ അത് ഞാൻ പിന്നെ തരാൻ പോയിക്കോ അങ്ങോട്ട്. എന്നാൽ ഒരിക്കൽ പോലും കുഞ്ഞിക്കതിയ അത് കൊടുത്തില്ല. പൈസ ഇല്ലാണ്ടല്ല, കൊടുക്കാനാവില്ല. എന്താന്നില്ലേ? എന്നാൽ അവൻ പറഞ്ഞു, താത്ത, എന്തിനാണ് നിങ്ങളിങ്ങനെ പിഷ്കണത്? ഞാൻ എൻ്റെ കൂലിയെ വാങ്ങിയിട്ടുള്ളൂ, മാന്യമായ കൂലി. പക്ഷേ നിങ്ങൾ അതുപോലും തയ്യാറില്ലെങ്കിലേ വല്ലാതെ ആരും നിങ്ങളെ വണ്ടി കയറ്റൂല കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി പറഞ്ഞുണ്ടാക്കിക്കോ. ഇന്നിപ്പോൾ ഒരുത്തൻ തപ്പോൾ എൻ്റെ പേര് ആ ഫായിസ് ഇപ്പോൾ വിളിച്ചിട്ട് തന്നെ വരുന്നില്ല. ഫായിസ് തന്നെയാണ് എന്നെ ഏൽപ്പിച്ചത്. ഓൻ പറഞ്ഞു ഞാൻ പോകണില്ല, അത് വിട്ട കേസാണ്. ഞാൻ പറഞ്ഞിട്ടാ പൈസ ഇട്ടുന്ന കാര്യമല്ലേ, എനിക്കിത് ഓടിയിട്ട് വേണം കിട്ടാൻ, ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മോനെ പറഞ്ഞ സ്ഥിതിക്കാണ് വന്നതാണ്. ഇപ്പോൾ ഇത്രക്കും വലിയൊരു പിഷ്കത്തിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതെ, ചിലക്കാതെ മുന്നിൽ പോയിക്കാ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്. മനസ്സിന് ഇങ്ങോട്ട് ഇടങ്ങാറാക്കാം ഓരോന്നും ഇങ്ങോട്ട്. ഞാൻ പോയിക്കോളാം, എനിക്ക് വേണ്ട 20 റുപ്യ നിങ്ങൾ എടുത്തോളി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാന്യമായ രീതിയിലുള്ള കൂലി ചോദിച്ചിട്ട് തരാത്ത വലിയൊരു ഇതുണ്ട്. ഇങ്ങനെ ആകുമ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വിട്ടൂലേ? എണ്ണത്തിൻ്റെയൊക്കെ വില എന്തെങ്ങൾക്ക് അറിയില്ലേ? പോടാ അവിടുന്ന് എൻ്റെ മുമ്പിന്ന്. കുഞ്ഞിക്കതിയ ഓട്ടോ ഡ്രൈവറെ ആട്ടി വിട്ടു. അബ്ബേ, ഇങ്ങനത്തെ ഒരു സാധനത്തിനാണല്ലോ എനിക്ക് ഫൈസ് ഇപ്പോൾ ഏൽപ്പിച്ചത്. അല്ല, ഞാനായിട്ട് തന്നെയാണ് ആ ഒരു ഓട്ടം കിട്ടില്ലെന്ന് വിചാരിച്ച് പോകുന്നത്. ഓൻ പറഞ്ഞു പോകണ്ട, പോയിട്ട് കാര്യമില്ലാത്ത ആൾ ശരിയില്ലെന്ന് പറഞ്ഞേക്കണ്. എന്തൊക്കെ തന്നെയാലും അതാ പോലീസ് സ്റ്റേഷനിലേക്ക് കുഞ്ഞിക്കതിയ കടന്നു വരുന്നു. എന്നാൽ നജീബ് സാറും ഷഹർബാനും അവിടെ എത്തിയിരുന്നു. അവർ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വന്നു. കുഞ്ഞിക്കതിയ വന്നോ? കയറി വാ. ഇന്നല്ലല്ലോ നിങ്ങൾക്കിവിടെ ഹാജരാവേണ്ട ദിവസം. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? അത് സാറേ, വണ്ടിയും കിട്ടിയില്ല, പിന്നെ ഒക്കെപ്പാടൊരു ഗതിയുണ്ട്. പിന്നെ പെരുന്നാളും ഇറച്ചി ഉണ്ടാക്കലും തിന്നലും എല്ലാം കൂടി ആയിട്ടേ ഏതായാലും അല്ല. ഇറച്ചി മുഴുവൻ കഴിച്ചോ? അതൊക്കെ ഞാൻ പള്ള നിറച്ച് തിന്നിക്കണ്. നല്ല ഇറച്ചി വരട്ടിയതായിട്ടും പൊരിച്ചതായിട്ടും ബിരിയാണി വെച്ചിട്ടും കുറുമ ഉണ്ടാക്കിയിട്ടും 2-3-4 നേരം നല്ലോണം തിന്നിക്കണ്. ഇനി കുറച്ച് ബാക്കിയുണ്ട്. അല്ല, നിങ്ങൾ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാളിപ്പോൾ ഇവിടെ? ഓളോ? ഓളിൻ്റെ കൂടെ വരുള്ളൂ. എന്നോട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞയച്ചാണ്. ഞാൻ പിന്നെ നിങ്ങളെ പെരി വന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകും വിചാരിച്ചിട്ടാണ്, പേടിച്ചിട്ട് വന്നാണ്. അല്ലേ ഞാൻ വരൂലേനു. വല്ലാത്തൊരു പുതുമ. കുഞ്ഞിക്കതിയ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ. നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ട് വരണമല്ലോ. 2 പേര് ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാനുണ്ട്, അതാ പറഞ്ഞത്. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ പോയതോടുകൂടി ഹസീന അവിടെ ചാടി കളിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യണം. കാരണം മറ്റേത് ഉമ്മാൻ്റെ ആ ഒരു വിളിയും എല്ലാം കൂടി ആകുമ്പോൾ ദേഷ്യം പിടിക്കും. ഉമ്മാനെ ജയിലിൽ കണ്ട് കേട്ടിട്ടെ തൽക്കാലം. ഇനി എന്നെ തെരഞ്ഞ് പോലീസുകാർ വരും. തിരക്കടില്ല, എന്തായാലും വേണ്ടില്ല. പോലീസുകാരെ അങ്ങനെ എന്നെ അങ്ങോട്ട് കിട്ടൂല. അതിനു മുമ്പ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം. ഹസീന അതാ ഓരോ പ്ലാൻ ചെയ്യുന്നു.
എന്നാൽ ആ നിമിഷം തന്നെ അതാ അവൾ ഫോൺ എടുത്തു നേരെ അവളുടെ ആൾക്ക് വിളിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അനീഷ്. അതെ, അതാണ് അവളുടെ ഇപ്പോഴത്തെ പുതിയ കാമുകൻ. ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടതാണെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെയാലും എന്നും അവൻ പറയാറുണ്ട്, നമുക്ക് ഒരു ട്രിപ്പ് പോണ്ടേ പുറത്തേക്ക്. പക്ഷെ പലപ്പോഴും ഉമ്മ ഉണ്ടായത് കൊണ്ട് അത് നിരാകരിച്ചതായിരുന്നു അവൾ. അതെ, ഇവിടെ തള്ളുള്ളിടത്തോളം കാലം ഒന്നും നടക്കൂല. എന്താ മുത്ത്, നിൻ്റെ സൗന്ദര്യം എത്രമാത്രമാണടി. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ അങ്ങ് ഒരുപാട് ആഗ്രഹിച്ചു പോയതാണ്. നീ എന്താ എനിക്കൊരു ചാൻസ് തരാത്തത്? എന്നാൽ ആ ദിവസം അതാ അവൾ അപ്പോൾ തന്നെ അവന് മെസ്സേജ് അയക്കുന്നു. ഹായ് അനി, പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ തന്നെ അവൻ തിരിച്ച് ഹലോ ഹായ്. എന്താ പെണ്ണ് നീ പറഞ്ഞത്? എന്താ സർപ്രൈസ്? അതൊക്കെയുണ്ട്, പിന്നെ ഞാൻ ലൊക്കേഷൻ വിടാം, ഇങ്ങോട്ട് വാ. എന്നാൽ ആ സമയം അനീഷ് പറഞ്ഞു, അത് ഇപ്പോൾ പെട്ടെന്ന് അതെന്തേ? അതൊക്കെ ഉണ്ടെന്നേ. എന്താ വീട്ടിലാരുമില്ലേ? വീട്ടിലാരുമില്ല. അത് മാത്രമല്ല, പിന്നെ എന്നെ വൈകാതെ ഇവിടുന്ന് പോലീസ് പൊക്കാൻ ചാൻസ് ഉണ്ട്. അതെന്താ? അതായത് എൻ്റെ ഉമ്മ ചെയ്ത തെറ്റിന് ഞാനും കൂടെ അതിൽ പെടുമെന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അനീഷ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ? നമുക്ക് എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും. ഓരോ കാര്യങ്ങൾ ഉമ്മ ഉണ്ടാക്കി വരുത്തി വെച്ച ഓരോ വിനകളാണ്. പക്ഷേ എന്നെയാണ് ഇനി പൊക്കുക, അത് ഉറപ്പുണ്ട്. എന്നാൽ ഹസീനക്ക് മറ്റൊന്നുമല്ലായിരുന്നു ഭയം, ആ ഫോൺ പിടിച്ചെടുക്കുമെന്നുള്ളതായിരുന്നു. അതിലേക്ക് വരുന്ന ക്യാഷിൻ്റെ കണക്കോ കയ്യോ ഒന്നും നവാസ് നോക്കുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതൊന്നും നവാസ് ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചതുമില്ല. അല്ലെങ്കിലും സൗദ അവൾ ബോധമില്ലാത്ത അവസ്ഥയിൽ, ഓർമ്മയില്ലാത്ത അവളോട് ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ. എന്നാൽ അനിയത്തിയാണ് ഇപ്പോൾ അത് നല്ലോണം മുതലാക്കുന്നത്. ഹലോ, അനീഷ്, എപ്പോഴാണ് നീ വരിക? ഞാൻ വരാം. അല്ല, എപ്പോഴാണ് നിന്നെ പോലീസ് പൊക്കാൻ വരിക? അത് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ അനീഷ്? വീട്ടിലെന്തെങ്കിലും പണമോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് എടുത്തോ. വിലപിടിപ്പുള്ള എന്തെങ്കിലും കാര്യം. എനിക്ക് ജോലിയും കൂലിയൊന്നും എൻ്റെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ, എപ്പോഴെങ്കിലൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പോൾ പിന്നെ മഴ കൂടിയല്ലേ. അല്ല, അപ്പം നീ പറഞ്ഞത് എൻജിനീയർ എന്നാണല്ലോ. എൻജിനീയറാണ്. എൻജിനീയർമാർക്ക് എപ്പോഴും പണിയുണ്ടാവുമോ? ഉണ്ടാകുമ്പോൾ നല്ലോണം കിട്ടും, പിന്നെ ഇല്ലാത്തപ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ സേഫ്റ്റി മുന്നിൽ കരുതണം. നമ്മളിവിടുന്ന് നാട് വിടുകയാണെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിലും എന്തൊക്കെ തന്നെയാലും കയ്യിൽ കരുതാനുള്ളത് കരുതണം. വീട്ടിലെന്തെങ്കിലും വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബാഗിൽ വെച്ചോ. പിന്നെ ബാക്കി കാര്യമൊക്കെ നമുക്ക് എന്നിട്ട് സെറ്റാക്കാം. എന്നാൽ ഒരു നിമിഷം അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നാലും ജയിലിൽ കിടക്കേണ്ടി വരില്ലല്ലോ അവൻ്റെ കൂടെ. രാജേഷ്, എനിക്ക് പെട്ടെന്ന് വാ നീ. അപ്പോൾ തന്നെ അതാ ഹസീന നേരെ ഉമ്മയുടെ അലമാരയുടെ അരികിലേക്കെത്തി. ഉമ്മ ഊരി വെച്ച കുറച്ച് വളകൾ, മാലകൾ അതെല്ലാം ഉണ്ടായിരുന്നു. ഭാഗ്യം, ഇതൊന്നും എടുത്തു കൊണ്ടുപോയിട്ടൊന്നുമില്ല. എന്നാലും ഉമ്മാൻ്റെ കൈമത്തും കൂടി ഊരി വെച്ചുടനെ. കയ്യമ്മന് സ്വർണ്ണിട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഹസീന അതാ ലോക്കർ തുറന്നിട്ട് അതിനുള്ളിൽ നിന്ന് ഉമ്മ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച വളയും മാലയും കമ്മലും അവളതാ എടുക്കുന്നു. അതവൾ അവളുടെ ബാഗിലേക്ക് വെക്കുന്നു. അന്ന് 55 ആണ് അന്ന് അവർ കൊണ്ടുപോയത്. ബാക്കി എൻ്റെ അലമാരയിലുണ്ടല്ലോ. പിന്നെ അവൾ പെട്ടെന്ന് അതാ അതിനുള്ളിലെ ആ ലോക്ക് തുറന്നു. സൗദിയുടെ ഫോണ്. ഈ ഫോണാണ് മെയിൻ. ഈ ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നതെല്ലാം ക്രെഡിറ്റ് മറ്റുള്ളിടത്തൊക്കെ മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു iPhone 70 Pro Max കയ്യിലെടുക്കാം. പിന്നെ എൻ്റെ ഫോണ് എന്നെ ഇനി അന്വേഷണത്തിന് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വെച്ച് ലൊക്കേഷൻ നോക്കും. അതുകൊണ്ട് അവൻ വന്ന ഉടനെ ഇതുകൊണ്ടൊരു തീരുമാനവും എടുക്കണം. അവൾ റൂമിലേക്ക് പോയി, മുകളിലത്തെ റൂമിലേക്ക്. ബാക്കിയുണ്ടായിരുന്ന ആ ഒരു നോട്ട് കെട്ടുകൾ, ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തെടുത്ത ആ ഒരു നോട്ടുകൾ അതവൾ കുറച്ചധികം ബാഗിലേക്ക് എടുത്തു വെക്കുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ മുട്ട് കേൾക്കുന്നു.
ഹലോ ഹസീന, ഹസീന. ഓ, അനീഷിൻ്റെ ശബ്ദമാണല്ലോ. അവൾ പെട്ടെന്ന് അതാ പുറത്തേക്ക് ഇറങ്ങി ഓടി വാതിൽ തുറന്നു. വാവ്, അനീഷ്. വേഗം തുറക്ക് വേണ്ട, ആരെങ്കിലും കാണും. ഏയ്, ആര് കാണാൻ? വേഗം കയറി. അല്ല, എല്ലാം ഓക്കെയാണോ? സെറ്റാണോ? എടുക്കാനുള്ളതൊക്കെ എടുത്തോ? എടുക്കാനുള്ളത് അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. ആ, ഓക്കെ ഓക്കെ. കാരണം എന്താണെന്നോ, ഒന്നുകൊണ്ടല്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ, ഒരു പക്ഷേ എനിക്ക് ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് എന്ന് വെച്ചാൽ എന്നെ ഞാൻ കൂട്ടുന്നില്ല, നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ എടുക്കാൻ പറഞ്ഞത്. എന്ത് കിട്ടിയോ നോക്കട്ടെ. അപ്പോൾ തന്നെ അവൾ ബാഗ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇതാ ഉമ്മാൻ്റെ കുറച്ച് വളയും മാലയൊക്കെ ഉണ്ട്. ഉമ്മ ഈടെയായിട്ട് കുറച്ച് ഗോൾഡൻ റേറ്റ് കൂടിയായിട്ട് തന്നെ കുറച്ച് വളയും മാലയൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഓ, അപ്പോൾ നിൻ്റെതോ? എനിക്കതിനകത്തല്ല, എനിക്ക് ഇട്ട് തന്നെ ഉള്ളൂ. ഓ, അത് മതി. പിന്നെ ക്യാഷ് ആരാ? അതെൻ്റെ അമ്മയാണ്. ഹലോ, എവിടെ മോനെ ഈയേ? കുറച്ച് നേരമല്ലേ പോയിട്ട്? അത് അമ്മ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ പിന്നെ 2 ദിവസം ട്രിപ്പിന് പോവാണ് കേട്ടോ. ഒരു ലോങ് യാത്ര പോവാണ്. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചു വരുള്ളൂ. അതായത് അങ്ങനെയല്ല, കുറച്ച് ഒരു പുതിയ ജോലിക്ക് വേണ്ടി പോവാണ്. അത് കറക്റ്റ് ചിലപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് ആ ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെതായിട്ടുള്ളൊരു തിരക്കിലാണ്. അപ്പോൾ മോനെ, എന്ത് ജോലിയാടാ അവിടെയൊക്കെ? എനിക്ക് ഇവിടെ നിൽക്കണ കൂലിപ്പണി എടുക്കണ എനിക്കിപ്പോൾ എന്ത് ജോലിയാണ് അവിടെ കിട്ടുന്നത്? അവിടെ നല്ല കമ്പനി, നല്ല ജോലികളൊക്കെ ഉണ്ടെന്നേ. ഞാൻ വിളിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കണല്ലോ. പക്ഷേ ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ റേഞ്ച് പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ തന്നെ നെറ്റ്വർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഒരിക്കലും വിളിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വേറെ ആരോടും പറയുകയും ചെയ്യുന്നത്. ഞാൻ ടൈം കിട്ടുമ്പോൾ അമ്മയെ വിളിച്ചോളാം. ഓക്കെ മോനെ, പേടിയാകുന്നറ, ശ്രദ്ധിച്ച് പോകണം കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നാൽ ശരി, ഓക്കെ. ആ, ഓ, തൊള്ള ഇടക്കൊന്ന് വിളിച്ചുകൊണ്ട് നിൽക്കും. ഒരു സുഖം സമാധാനം തരില്ല. അല്ല, എല്ലാം സെറ്റാക്കിയോ? ആ, എൻ്റെ ഒരു 2 കൂടെ ഡ്രസ്സും കൂടെ മതി. ഇത്രയൊക്കെ മതി. പെട്ടെന്ന് പോലീസ് വന്നാലേ ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതാണ്. നിന്നെ തേടിപ്പോൾ വരുമല്ലോ. ആ, പോകുക. പിന്നെന്ത്, ഒന്നുമില്ലേ? എന്നാൽ ഈ സമയം അതാ അവൾ ആ ഫോണും എടുത്ത് ബാഗിൽ വെച്ചു. ഫോൺ ഏതായാലും സ്വിച്ച് ഓഫാണ്. ഇടയ്ക്കൊന്ന് ഓണാക്കി നോക്കിയാലും കുഴപ്പമില്ല. പിന്നെ എന്നാൽ അവൾക്ക് മനസ്സിലായി, ഈ ഫോണുമായി ഞാൻ പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഉറപ്പായിട്ടും ലൊക്കേഷൻ അനുസരിച്ച് പോലീസ് കണ്ടുപിടിക്കും. എന്നാൽ അനു, ഇറങ്ങല്ലേ? ആ ആ, ഇറങ്ങാം, വേഗം വാ. അങ്ങനെ അതാ അവർ 2 പേരും വാതിൽ പൂട്ടി പുറത്തേക്കിറങ്ങി. എന്നും വെക്കുന്ന സ്ഥലത്ത് ചാവിയും വെച്ചു. ഓ, വേഗം പോകാം. ആ, ഒരു മിനിറ്റ്. അവൾ പെട്ടെന്ന് അതാ അവളുടെ ഫോണുമായി പോകുന്നു അടുക്കള ഭാഗത്തേക്ക്. നീ അങ്ങോട്ട് പോയതായിരുന്നു? ഞാൻ ആ ഭാഗത്തേക്ക് പോയതായിരുന്നു. ആ, എന്നാൽ കയറ്. അല്ല അനു, നിൻ്റെ ഫോണ് ഇവിടെ വെച്ചാൽ? എൻ്റെ ഫോണോ? എൻ്റെ ഫോണ് വിലപിടിപ്പുള്ളതാണ്. അത് ഇവിടെ ഒന്നും. എന്ന് നടക്ക്, വേഗം പോവുക, പോലീസ് ഇപ്പോൾ വരും. അങ്ങനെ അതാ അനീഷും ഹസീനയും കൂടെ പുറപ്പെട്ടു. അവർ ബൈക്കിൽ എങ്ങോട്ടെന്നില്ലാതെ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നിൻ്റെ മുഖാരം കണ്ട പ്രശ്നം, ആ മാസ്ക് ശരിക്കിട്ട് തട്ട ശരിക്കിട്ടോ? ഓ, അതൊക്കെ ഓക്കെയാണ്. അങ്ങനെ അവർ 2 പേരും അവരുടേതായ ലോകത്തേക്ക് യാത്രയാകുന്നു. ഹസീന, അതെ, എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. എന്ത്? അതായത് ഉമ്മച്ചിക്കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളത്. സാധാരണ ഹിന്ദുസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് ഒരു മുസ്ലിം പെണ്ണിനെ സ്നേഹിക്കുക എന്നുള്ളത്. എന്നാൽ പെട്ടെന്ന് നീ സെറ്റാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ നിൻ്റെ സൗന്ദര്യത്തിൽ ഞാനങ്ങ് വീണു പോയിരുന്നു. ഇൻസ്റ്റയിൽ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ മുതലേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിനക്ക് ഹായ് വിട്ടത്. ചുരുക്കി പറഞ്ഞാൽ, അല്ല, നിന്നെ ഒരു കെട്ടിയൊരുത്തനുണ്ടായിരുന്നല്ലോ, അവനെവിടെ? ഓ, ആ കാര്യമൊന്നും പറയണ്ട. കെട്ടാൻ കെട്ടിപ്പോയി. ഒരു കിളവനായിരുന്നു, 2-3 മക്കളുള്ള. ഓ, അതെന്താ അങ്ങനെ? ആ, അത് പിന്നെ പറയണ്ട. അതങ്ങനെ ഉമ്മൻ്റെ പണിയാണ് അതൊക്കെ, ഞാനല്ല. നിൻ്റെ ഉമ്മാൻ്റെ ഒരു കാര്യമല്ലേ. ആ, അല്ല, പിന്നെന്താ മെസ്സേജ്സിന് കുറച്ച് ലേറ്റായത്? എന്താ ചെയ്യുക, ഇയാളിതാ ഞാൻ ഫോൺ എടുത്ത് നോക്കുകയാണ്. എന്താ, ആർക്കാ മെസ്സേജ് അയക്കണേ, എന്താ വിളിക്കണേ, ആർക്കാ വിളിക്കണേ? എനിക്ക് ആകപ്പാടെ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചു പോയി. ഞാൻ വിചാരിച്ചും ചെയ്തു, ഹോ, ഇങ്ങനെയൊക്കെ
ആയി തീർന്നൊരു ഭർത്താവിനെ വേണ്ട. അല്ല പെണ്ണേ, നീ എന്തിനാ 2-3 മക്കളുള്ള കിളവനെ കല്യാണം കഴിച്ചത്? ഞാൻ പറഞ്ഞല്ലോ ഉമ്മാൻ്റെ പണിയാണെന്ന്. അപ്പോൾ നിനക്ക് റോളില്ലേ, നിൻ്റെ സമ്മതമില്ലാതെ നടക്കൂലല്ലോ. എനിക്കൊരു സംശയമുണ്ട്, നീയും അയാളും തമ്മിൽ വല്ല പ്രേമത്തിലെങ്ങാനും ആയിരുന്നു എന്ന്. അതെ, ഒന്ന് പോ അനീഷേ, അങ്ങനൊന്നും പറയാതെ. ആണോടി, സത്യം പറ. പിന്നെ നിൻ്റെ സൗന്ദര്യം കണ്ടാൽ ആരൊന്നും മോഹിച്ച് പോവുകയും ചെയ്യും കേട്ടോ. ഒന്ന് പോകുന്നുണ്ടോ, എന്നെ വെറുതെ സുഖിപ്പിക്കാതെ. ആ, ഏതായാലും എനിക്ക് നിന്നെ കിട്ടിയല്ലോ, വലിയ ആശ്വാസമായി. ഇത്ര പെട്ടെന്ന് നീ എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, നമുക്ക് ട്രെയിൻ കയറാം അല്ലേ? അതായിരിക്കും നല്ലത്. എൻ്റെ പൊന്നു അനീഷ്, ഞാൻ നിൻ്റെ കൂടെ എങ്ങോട്ട് വരാനും തയ്യാറാണ്. സത്യമായിട്ടും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ആകുമ്പോഴേ അത് വലിയ ഹാപ്പി ആയിരിക്കും. പിന്നെ എന്താ, നിൻ്റെ അമ്മയൊക്കെ വിളിക്കുന്നുണ്ടോ? അമ്മക്ക് എപ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ വേണം, അതാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നാലും സത്യം പറഞ്ഞാൽ നിന്നെപ്പോലെ സുന്ദരനെ കിട്ടിയതും എനിക്കും ഭാഗ്യട്ടോ. അങ്ങനെ അതാ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കഥയുടെ ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾക്ക് ഏറെക്കുറെ അങ്ങനെയായി അല്ലേ? എന്നാൽ പെട്ടെന്ന് അതാ നജീബ് സാറ് ഷമ്മാസിനെ വിളിക്കുന്നു. ആ, പിന്നെ ഒരാളെ ഹാജരായിട്ടുള്ളൂ, മറ്റാൾ കൂടെ ഉണ്ട്. ഒന്നുകൂടി പോയി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരണോ? എന്താ വേണ്ടത്? അത് സാർ, നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചോദിച്ചോളൂ, കാരണം അവർ ചില്ലറക്കാരല്ല. എന്നാൽ ഈ സമയം അതാ നവാസ് ഷമ്മാസിന് അയച്ചു കൊടുത്ത ആ ഒരു എഴുത്ത്, അതായിരുന്നു ഷമ്മാസിന് സംശയം. കാര്യം മറ്റൊന്നുമല്ല, സൗദ എന്ന് വെച്ചാൽ ഒരു ഓർമ്മശക്തിയും ബുദ്ധിയൊന്നും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉമ്മയെ രക്ഷിക്കണം, ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കടലാസ്, അതിപ്പോൾ എന്ത് സംശയം, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ശരിക്കും അത് ആ കാര്യമൊന്ന് സാറിനോട് പറയണമെന്നും വിചാരിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പായിട്ട് നവാസ് പറഞ്ഞു, ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ, എടാ, പിന്നെ അവൾ എഴുതിയതായിട്ടൊരു കുറിപ്പ് കാണുന്നുണ്ട്. അവൾക്ക് ഇനി അങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിലോ? അല്ല, നമുക്ക് വിഷയമല്ല, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. കാര്യം മറ്റൊന്നുമല്ല, അവർ അങ്ങനെ ഉളുപ്പില്ലാത്ത ചെയ്യുന്നതിന് നമ്മളവരെ പോലെ ആകണ്ടല്ലോ. ഇക്ക, എന്താ നിങ്ങളീ പറയുന്നത്? അല്ലേ, ആ ലിസ്റ്റ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ലിസ്റ്റിൽ കണ്ടിൽ എഴുതിയത് എൻ്റെ ഉമ്മ നിരപരാധിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഒരു പക്ഷേ എൻ്റെ പൊന്നിക്ക, അതൊക്കെ പല രീതിയിലുള്ള കള്ളത്തരങ്ങളുണ്ടാകും. എല്ലാവരും പഠിച്ച വിളവന്മാർ തന്നെയാണ്. അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, നമുക്കതിന് അന്വേഷണവും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അല്ല, എപ്പോഴും നീ അത് കണ്ടത്? അവർ ബെഡ്ഷീറ്റ് എന്തൊക്കെ മാറ്റാൻ വേണ്ടി വന്നപ്പോൾ സൗദിയോട് നീ ഒന്നുകൂടി ചോദിച്ചു നോക്കിയോ? എന്താ അതിനോട് ചോദിച്ചിട്ടെന്താ? മരത്തിനോട് ചോദിക്കുന്ന പോലെയാണ്, ഒരു ജവാബുമില്ല കബൂലില്ല, അങ്ങനത്തെ ഒരവസ്ഥ. എന്നാൽ ഷമ്മാസിന് വല്ലാത്തൊരു സംശയം തോന്നുന്നു. അത്രക്കും സുഖമില്ലാത്ത സൗദി എങ്ങനെ ഇങ്ങനൊരു എഴുത്തിയെഴുതി, കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയൊക്കെ ചെയ്തിക്കണ്. ഇതിപ്പോൾ ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ല. എന്തപ്പത് എന്തൊക്കെയോ. എന്നാൽ ഈ സമയം അതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുഞ്ഞിക്കഥയെ പറയുന്നു. പൊന്നാരൻ്റെ സാറേ, ഞാൻ നിങ്ങളോടിപ്പോൾ ഒരു കാര്യം പറയാം. എൻ്റെ കുട്ടിക്കറിയാം എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു തെറ്റും കുറ്റും ചെയ്യുന്ന ആളൊന്നല്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് ഇതാക്കിയിരിക്കുകയാണ്. എൻ്റെ മോളാണ് പിന്നെയും ഓരോന്ന് ചെയ്യല്ലേ, ഞാൻ അതിനൊന്നും നിന്നിട്ടില്ലായിരുന്നു. ശരിയാണ്, കുറേയൊക്കെ മനസ്സിലൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ മോളാണ് ഇതിനു വേണ്ടി തയ്യാറാകലൊക്കെ, ഞാനല്ലായിരുന്നു ഇതിന്. എൻ്റെ മോള് സത്യം പറയും. നിങ്ങൾ എൻ്റെ മോളെടുത്തൊന്ന് പോയി നോക്കി, മോളെടുത്തൊന്ന് നോക്കിയിട്ട് ഒന്ന് ഓളോടൊന്ന് സംസാരിച്ച് നോക്കി. എൻ്റെ മോള് സൗദ ഉണ്ടല്ലോ, എന്നെ ഒരിക്കലും അവൾ കുറ്റം പറയില്ല. കാരണം അവൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എപ്പോഴും. അപ്പോൾ പിന്നെ വണ്ടിയിൽ കയറ്റി വിട്ടതൊക്കെ എന്തോ മറവിക്കുള്ള മരുന്ന് കൊടുത്ത് അതാരാ? ഞാനല്ല സാറേ, എൻ്റെ മോള് ഹസീനാണ് അതൊക്കെ. അതൊന്നും ഞാനല്ല, ഞാനായിട്ടൊരു ബന്ധമില്ലല്ലോ. നിങ്ങളെന്തിനാണ് എന്നെ പറയണത്? ഈ വയസ്സുകാലത്ത് എനിക്ക് എന്തിൻ്റെ കേടാ? അങ്ങനെയൊക്കെ കാട്ടുമോ? കബർക്ക് കാലും നീട്ടിരിക്കണേ, ഞാനിപ്പോൾ അതൊക്കെ ചെയ്യും. എനിക്കിപ്പോൾ അതുകൊണ്ട് എന്താ? സുഖിക്കണ ഓളാണ് മറ്റോള്. ഹസീന എൻ്റെ മോള്, നിങ്ങൾ ഓളോട് ചോദിച്ചോളി കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ സൗദനോട് പോയിക്കാണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറി എന്നെക്കുറിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിചാരണക്ക് കോടതിക്ക് കൊണ്ടുപോകാം, അല്ലാതെ ഒരിക്കലും നിങ്ങളെ കൊണ്ടുപോകില്ലേ.
കോടതിയിൽ പോയാൽ എനിക്ക് വെറുക്കൊന്നും പറയാനും കിട്ടുമല്ലോ ദയവായി. ശരിക്കും കുഞ്ഞിക്കതിയെ നല്ല രീതിയിൽ കരഞ്ഞു പറയുന്നുണ്ട്. എന്നാൽ അതാ ഷഹർബാനോട് സർ പറയുന്നു, ഷഹർബാൻ കമോൺ, നമുക്ക് ജസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറിപ്പോകാം, വരും. അങ്ങനെ അതാ കോൺസ്റ്റബിളിനെ എല്ലാം ഏൽപ്പിച്ച് കുഞ്ഞിക്കതിയെ വീണ്ടും ലോക്കപ്പിലാക്കിയിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ ആ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്പസമയത്തിന് ശേഷം ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ സൂപ്രണ്ടിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടുത്തെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ ഓക്കെ ഓക്കെ, റൂം നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് അതാ അവർ അവിടെ എത്തി. ഇതായിരിക്കില്ലേ റൂമിൻ്റെ വാതിലിൽ മുട്ടി. എന്നാൽ നവാസ് വാതിൽ തുറന്നു. നവാസ്, എങ്ങനെയുണ്ടിപ്പോൾ? എന്താ ചെയ്യുക, ആ ഒരു അവസ്ഥ തന്നെ. അങ്ങനെ കിടക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുമ്പോഴേ കഴിക്കും, അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ ഓക്കെ. കുറച്ച് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇവരുടെ ഉമ്മയായ കുഞ്ഞിക്കതിയ പറയുന്നത് എൻ്റെ മോൾക്ക് എല്ലാം അറിയാം, അവൾ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അവളോട് പോയി ഒന്ന് അവളുടെ അടുത്തുനിന്ന് പോയി അന്വേഷിച്ച് നോക്കി, അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളെന്ത് പറയാനാ, അവൾക്ക് സ്ഥലകാല ബോധമല്ല, എന്നിട്ടല്ലേ ഭക്ഷണം മാത്രം കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. അത്രക്കും ഡോസുള്ള മെഡിസിൻസ് അല്ലേ കയറ്റിയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ എത്ര കാലം പിടിക്കും എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ എനിക്കിവിടെ ഇവിടെ നോക്കിയിരിക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. എനിക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ മാനേജിങ്ങും കാര്യങ്ങൾ ഒരുപാടുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് മാത്രം. പിന്നെ ഇവരെ ഉമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞേക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞേക്കേ, ഉമ്മാൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് ഭ്രാന്താശുപത്രിയിലേക്ക് പറഞ്ഞയച്ചത്. ഒരിക്കലും ആ സ്ത്രീയെ വിശ്വസിക്കരുത്. പക്ഷേ ആ സ്ത്രീ പറയുന്നത് എന്താണോ, എൻ്റെ മോൾക്ക് എല്ലാം അറിയാം, എൻ്റെ മോളെല്ലാം പറയും എന്നൊക്കെ പറയുന്നത്. എന്നാൽ പെട്ടെന്ന് നവാസ്, സർ ഇതൊക്കെ ഈ ഒരു കടലാസ് ഇത് ഇവിടെ നിന്ന് കിട്ടിയതാണ്, പക്ഷേ അതൊന്ന് വായിച്ചു നോക്കിക്കേ. പോലീസാറേ, എൻ്റെ ഉമ്മ നിരപരാധിയാണ്, എൻ്റെ ഉമ്മ പാവാണ്, എൻ്റെ ഉമ്മയെ വെറുതെ വിടണം. എൻ്റെ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളെ സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ ചെയ്തിട്ടുള്ളത്. അവൾ സങ്കടത്തോടെ എഴുതിയ ആ ഒരു കത്ത് വായിച്ച പോലീസ് ഒരു നിമിഷം ഞെട്ടി. എന്നാൽ പോലീസ് നേരെ അത് രണ്ട് പോലീസുകാരും തമ്മിൽ ചർച്ച ചെയ്യുന്നു. ഇതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ അല്ലേ? ഷെർബൻ നോക്കിക്കേ. യെസ് സർ, സത്യമായിട്ടും ദുരൂഹതയുണ്ട്. ഇത് സുഖമില്ലാത്ത കുട്ടി ഒരിക്കലും എഴുതില്ല. ആ രീതിയിൽ ഉറങ്ങിക്കിടക്കുന്ന എന്താ പറയുക, വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത കുട്ടി എങ്ങനെ ഇത് ചെയ്യും? ഇത് ശരിക്കും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അവിടെ നിൽക്കുക, അങ്ങനെ പറ്റില്ല, ഓരോന്നിനും അതിൻ്റേതായ തെളിവുകൾ വേണമല്ലോ. അല്ല നവാസ്, ഇനിയിപ്പോൾ എന്താ? അല്ല, മാറ്റം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുക. സത്യം പറഞ്ഞാൽ സാറേ, ഈ ഹോസ്പിറ്റലിൽ പറഞ്ഞ ഒരു മടുപ്പുണ്ട്. കുട്ടി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ആകെപ്പാടെ അങ്ങനെ മടുക്കും. ശരിക്കും നവാസിന് അവിടെ നിൽക്കുന്നേ താല്പര്യമില്ല. കാരണം സൗദ അവളുടെ ആ ഒരു കിടപ്പും എല്ലാം കൂടെ കണ്ടിട്ട്. എന്നാൽ ഈ സമയം അതാ സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി നജീബും വൈഫും അവിടെ എത്തി. എന്നാൽ ഷഹർബാൻ പറഞ്ഞു, അതെ സർ, എനിക്ക് ഒരു ഡൗട്ടുണ്ട്. അതായത് പേഷ്യൻ്റായി കിടക്കുന്ന ആ ഒരു സൗദ ഇങ്ങനെ എഴുതാൻ ചാൻസ് കുറവാണ്. അതായത് അതിനിടയ്ക്ക് നല്ലൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് എഴുതാൻ കഴിയുള്ളൂ, അല്ലാതെ എന്തിന്. എനിക്ക് ഒരു ഡൗട്ട്. കുഞ്ഞിക്കതിയ നേരെ അത് കുഞ്ഞിക്കതിയുടെ ലോക്കപ്പിന് മുമ്പിലായിട്ട് നിന്നുകൊണ്ട്, കുഞ്ഞിക്കതിയ, ഞാൻ നിങ്ങൾക്കൊരു പണി തരാം. അതായത് ഒന്നുമല്ല, ഒരു പേജ് ഞാൻ തരും, ഒരു പേനയും. നിങ്ങൾ നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ കുറിച്ച് ഒരു 10 വാക്കുകൾ എഴുതണം. അതായത് ഒരു സ്റ്റോറി പോലെ. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ വന്ന അന്ന് മുതൽ ഇവിടെ കണ്ട കാഴ്ചകളും ഇവിടെ കണ്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് എഴുതണം കേട്ടോ. ഈ ഒരു പേജിൻ്റെ ഒരു ഭാഗത്ത് മതി കേട്ടോ. ഓക്കെ? സാക്ഷരത പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ? അതെ, അതൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ സാക്ഷരത പഠിച്ചാതെ വന്നോന്നല്ല. നിങ്ങളെ വിചാരം ഉണ്ടാവും ഈ ഊ ഒക്കെ പഠിച്ചാതെ ഇവിടെ വന്ന് കയറിക്കുക. അങ്ങനല്ല, ഞാൻ പഠിച്ചേക്കണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഫോണിൽ നോക്കിയിട്ടും കുറേ നമുക്ക് പഠിച്ചാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചേക്കണ്. നിങ്ങളെ ഇന്നെ വല്ലാതെ പരീക്ഷിക്കണ്ട. ഞാൻ തീരെ പഠിച്ചാതെ എഴുതാത്ത സൈസല്ല.
എനിക്ക് അന്നും ഇന്നും നല്ല പവറിൽ നടക്കണേ ഇഷ്ടമുള്ളൂ. അതിനിപ്പോൾ എന്തായാലും തരും. നല്ല നല്ല ചുരിദാറുകൾ ഞാൻ ധരിക്കും. പിന്നെ നല്ല മട്ടത്തിൽ എഴുതാനും വായിച്ചാൽ അതൊക്കെ എനിക്കറിയാം. എനിക്ക് വലിയ ടച്ച് ഫോണുണ്ട്. നിങ്ങളെ വിചാരം ഞാൻ കുറച്ച് പ്രായമൊക്കെ നേരിച്ചാണ് എനിക്ക് അറിയില്ല എന്നുള്ള വിചാരം. ആ കുഞ്ഞിക്കഥ തന്നെ എഴുതിക്കാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനെ കുറിച്ച്. എന്നാൽ കുഞ്ഞിക്കഥ വളരെയധികം ആവേശത്തോടു കൂടി എഴുതുകയാണ്. പോലീസ് സ്റ്റേഷൻ, ഇത് വളരെ നല്ലൊരു പോലീസ് സ്റ്റേഷനാണ്. ഇത് നല്ല പോലീസുകാരുണ്ട്. പോലീസുകാർക്കൊക്കെ എന്നോട് വലിയ കാര്യം വലിയ സ്വഭാവമാണ്. പിന്നെ അത്രയൊന്നും ശിക്ഷയൊന്നുമില്ല. വല്ലാതൊക്കെ നമ്മളെന്തെങ്കിലും പറയുമ്പോഴും കാട്ടിക്കൂട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം, അതന്നെ ഉള്ളൂ. അല്ലാതെ പോലീസ് എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട. ഇവിടുത്തെ പോലീസുമാരും സുന്ദരന്മാരും സുമുഖികളുമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതാണ്. അങ്ങനെ അത് കുഞ്ഞിക്കഥ ഒരു പേപ്പറിൽ എഴുതി തുടങ്ങുന്നു. എന്നാൽ നജീബ് സാറും ഷഹർബാനും അത് നോക്കി നിന്നു. ഏതായാലും നിൻ്റെത് കാഞ്ഞ ബുദ്ധിയാണല്ലോ പെണ്ണ്. അതെ, പോലീസ് ബുദ്ധി എന്ന് പറഞ്ഞാൽ അതാണ്. എങ്ങനെയെന്ന് ആളെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്ന് സാറേ ഇതാ എഴുതി കഴിഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിക്കഥ പറഞ്ഞു. കുഞ്ഞിക്കഥയാ, നല്ല മിടുക്കിയാണല്ലോ, പെട്ടെന്ന് എഴുതി കഴിഞ്ഞല്ലോ. പെട്ടെന്ന് തന്നെ അതാ അവൾ ആ പേപ്പർ എടുത്ത് വായിക്കുന്നു. എന്നാൽ ആദ്യം സൗദ എഴുതിയത് പേരിൽ എഴുതി വെച്ച ആ ഒരു കത്തും ഒരുമിച്ച് വെക്കുന്നു. സാറേ ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ? ഓ, ഒരേ ആംഗ്രേറ്റ്, രണ്ടും ഒരാളാണ് എഴുതിയത്. എങ്ങനെയുണ്ട്? അപ്പോൾ മൂപ്പത്തിയരെ ഹോസ്പിറ്റലിലേക്ക് കയറി കൂടിക്കണേ അതിൻ്റെ ഇടയിൽ. ഓക്കെ ഓക്കെ, അത് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇതെങ്ങനെയുണ്ട്? ആ നിമിഷം തന്നെ അതാ സാറ് ഒരു ഫോട്ടോ എടുക്കുന്നു. അത് ഈ രണ്ടെഴുത്തും ഒരുപോലുള്ളത് കേട്ടോ. പിന്നെ ഈ തെളിവുകളൊന്നും നശിപ്പിക്കാൻ പാടില്ല ഒരിക്കൽ പോലും. എന്നാൽ ഈ സമയം അതാ ഷെഹർബാൻ ചോദിക്കുന്നു, അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, നിങ്ങൾ ശരിക്കും ഏതുവരെ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്തതാണോ? സാറേ നല്ലോണം പൂതിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ പോകാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നുള്ളിപ്പെറുക്കി ഉണ്ടാക്കി പഠിച്ചു, വെറുതെ നിൽക്കൊന്നുമില്ല. എന്നാൽ ഈ സമയം അതാ നജീബ് സാർ പറഞ്ഞു, ഷെഹർബാൻ നിൻ്റെ ബുദ്ധി അപാരുന്നില്ല, എത്ര പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യാൻ. അല്ല സർ. ഓക്കെ ഓക്കെ, അതെ നിങ്ങളവിടെ പോയി കയറി കിടന്നോളൂ. അതെ മറ്റേ പ്രതിയെ കിട്ടണമല്ലോ, അവളാണ് മെയിന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവരുടെ മനസ്സിലൊന്നും ഇല്ലയെന്ന്, അവളാണ് കുറച്ച് ഏജൻറ്റ് എന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞിക്കഥ നിങ്ങളുടെ വീട്ടിൽ റൈഡ് നടത്താനുണ്ട്. റൈഡ്? എൻ്റെ മോളവിടെ ഉണ്ട്, ഓളെ കൊടുന്നോളി പറ്റുന്നുണ്ടെങ്കിൽ. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പുറപ്പെടുകയാണ്. ഓക്കെ ഓക്കെ. എന്നാൽ ഈ സമയം അതാ ഹസീനയും അനീഷും അവർ ഒരിടത്ത് റൂം എടുത്തിട്ടുണ്ട്. അനീഷ് ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ കേട്ടോ. ആ വേഗം ഫ്രഷ് ആയിക്കോ. പിന്നെ നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അത് പിന്നെ ആ സ്വർണങ്ങളും പണക്കും നീ എവിടെ വെച്ചത്? എൻ്റെ ബാഗിൽ. അതിന് തന്നെ. എന്താ? അല്ല അതിങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവിടെ പല ആൾക്കാരുള്ളതാണ്, ഒന്നിനും മടിക്കാത്തതാണ്. കൊല്ലാൻ വരെ മടിക്കൂല കേട്ടോ. പിന്നെ നിൻ്റെ ശരീരത്തെ ആ ഒരു സ്വർണം അതും കൂടി ഊരി ഇതിലേക്ക് വെച്ചേക്ക്, ഞാൻ ഭദ്രമായി വെച്ചോളാം. എൻ്റെ പൊന്നിക്ക, പിന്നെ ഞാൻ ഒന്നും ഇടാതെ. അതിനെന്താടി, എൻ്റെ മുമ്പിൽ നീ എപ്പോഴും സുന്ദരിയാണ്, എനിക്ക് നീ ആഭരണങ്ങൾ ഇടണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. എന്താ നീ എൻ്റെ കൂടെ വന്നതല്ലേ, എൻ്റെ വിശ്വാസമല്ലേ? വിശ്വാസമില്ലായിട്ടല്ല, പിന്നെന്താ അങ്ങനെ ചോദിക്കുന്നത്? അതെ ഞാൻ നിൻ്റെതും നീ എൻ്റെതും മാത്രമാണ്. പിന്നെ ആഭരണങ്ങളും ക്യാഷൊന്നും അവിടെ ഇവിടെ വെക്കാൻ പറ്റില്ല, അതൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് വെക്കണം, നമുക്ക് ജീവിക്കാനുള്ളതാണ്. അതല്ല അപ്പോൾ നിങ്ങൾ ജോലി കിട്ടിയിട്ട് വേണ്ടേ? അപ്പോൾ എൻജിനീയറൊക്കെ പറഞ്ഞിട്ട് എൻജിനീയർ ആണല്ലോ, എന്തപ്പോൾ എൻജിനീയർ, അതൊക്കെ ഒരു എൻജിനീയറിൻ്റെ പണി തന്നെയാണ് ഇതെല്ലാം. അനീഷ് എനിക്ക് തന്നെ വിശ്വാസം ഇല്ലാണ്ടൊന്നല്ല കേട്ടോ, ഞാൻ വെറുതെ പറയാമെന്ന് മാത്രം. എൻ്റെ പെണ്ണെ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അതെ നിന്നെ തേടി പോലീസ് അങ്ങനെ എത്തുന്നുള്ള ഭയമാണ് എനിക്കുള്ളത്, വേറൊന്നുമില്ല, എനിക്ക് ഒരു പേടിയില്ല. അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഈ സമയം അതാ നമ്മുടെ നജീബ് സാറും ഷഹർബാനും നേരെ ഹസീനയുടെയും സൗദയുടെയും വീട് ലക്ഷ്യമാക്കി പോകുന്നു. കുഞ്ഞിക്കഥയെ സന്തോഷിച്ചു. ഞോളെ കൊണ്ടുവരട്ടെ, ഓളത്തിനുള്ളിൽ കെടുത്തണം, ഓളാണ് ആന കള്ളത്തി, എല്ലാം പറയണം. കുഞ്ഞിക്കഥയെ ഒരുപാട് സന്തോഷിച്ചു. അവിടെ പോലീസിലെ കോൺസ്റ്റബിൾമാരോടെല്ലാം കാര്യം പറഞ്ഞു. അതേ എൻ്റെ മോള് ആണിതിൻ്റെയൊക്കെ ഏജൻറ്റ്, ഞാനല്ല അവിടെ വന്ന് കിടക്കേണ്ടത്, പക്ഷെ ശരിക്കും എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ഒരിക്കലും ഞാനല്ല. കുഞ്ഞിക്കഥ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഹസീനയെ കൊണ്ടുവന്നാൽ എനിക്കിവിടുന്ന് ഇറങ്ങാലോ എന്നുള്ള രീതിയിൽ. എന്നാൽ ഹസീന കാമുകൻ്റെ കൂടെ പോയ കാര്യമൊന്നും കുഞ്ഞിക്കഥ അറിയുന്നില്ല.
എന്നാൽ ഈ സമയം 2 എഴുത്തുകളും അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് പോലീസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എടാ, രണ്ടും ഒരുപോലെ തന്നെയാണ് എഴുത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപോലെ. ശരിക്കും ഇത് ഷഹർബാൻ്റെ ബുദ്ധിയാണ്. അവളെ പറഞ്ഞത് ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ. കണ്ടില്ലേ, നോ പ്രോബ്ലം. സംഭവം ഒരാൾ തന്നെ എല്ലാം എഴുതിയത്. ഷമ്മാസ് ശരിക്കും ഞെട്ടി. അതെ, കുഞ്ഞിക്കതിയ ഇനിയും ഓരോ പണികൾ ചെയ്യുന്നുണ്ട് അതിനിടയിലൂടെ. എന്താ റബ്ബേ, ഇങ്ങനെ ഉണ്ടാവോ ആൾക്കാർ? എന്നാൽ അതവർ കുഞ്ഞിക്കതിയോട് പറഞ്ഞില്ല. പകരം കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി ആ 2 തെളിവുകളും അവിടെ സൂക്ഷിച്ചു വെച്ചു. അവർ നേരെ ഹസീനയുടെ വീട്ടിലേക്ക്, ഹസീനയെ കസ്റ്റഡിയിലെടുക്കാൻ. എന്തായിരിക്കും അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.